ഒരു കൂട്ടം ആളുകളെയാണ് അവരവിടെ സൃഷ്ടിക്കുന്നത്. പേരൻസിന് അതല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് വ്യക്തിയാണ്. ഇപ്പോൾ അവിടെ പോകുന്ന വൈശാഖ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക പേരാണ്. വൈശാഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. പക്ഷേ അവൻ്റെ ചില സ്പെഷ്യൽ സ്കിൽസ് ഉണ്ട്. അതിനെ ഒന്ന് പോളിഷ് ചെയ്ത്, അവനെ ഒന്ന് അസസ് ചെയ്ത്, അവനെ ഒന്ന് ട്രെയിൻ ചെയ്ത് അവൻ്റേതായിട്ടുള്ള ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. ഒരു പതിവ് വാർത്താ വിശകലന വീഡിയോ ആയിട്ട് നിങ്ങളിതിനെ പരിഗണിക്കേണ്ടതില്ല. ചില ആളുകളുടെ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ കേട്ടിരുന്നു. ആ ഒരു അനുഭവങ്ങളൊക്കെ കേട്ട് എൻ്റേതായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ ഞാൻ കുറേയധികം അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു വിലയിരുത്തൽ മാത്രമായിരിക്കാം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എനിക്കോ നിങ്ങളുടെ ഒരു വലിയ മജോറിറ്റിക്കോ നേരിട്ട് പരിചയമില്ലാത്ത, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത, നമ്മൾ പഠിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചില ഡിസ്കഷൻസ് നടക്കുന്നത്. ശ്രീ ഗോപിനാഥ് മുതുകാടിൻ്റെ ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ, മാജിക് പ്ലാനറ്റ് എന്നീ ഐഡിയകൾ, അത് നമ്മൾ പ്രശംസകൾ കൊടുക്കേണ്ട ഐഡിയ ആണ്. അങ്ങനെ ഒരു ഐഡിയ വരുന്നു, അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അദ്ദേഹം ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നു. സാധാരണ ജീവിതത്തിലേക്ക് കലാ അഭിരുചികളുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം. ആ ഒരു വാഗ്ദാനങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ഒരു ആശ്വാസം തോന്നുന്നത് സ്വാഭാവികമാണ്. ഇവിടെ ഒരു വലിയ ഇഷ്യൂ ഉണ്ട്, നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടാവുന്ന സമയത്ത്, ആ ഒരു കുട്ടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന സമയത്ത് പേരൻറ് അനുഭവിക്കുന്ന ഒരു വലിയ സ്ട്രഗിൾ ഉണ്ട്. ഇവരിൽ പല ആളുകളുടെയും ഏറ്റവും വലിയ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് തങ്ങളുടെ കാലശേഷം, അതേപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ ഒരു ഏജ്, നമ്മൾ പറയുന്ന ലീഗൽ ഏജ്, ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ ഈ ഒരു കുട്ടി എന്ത് ചെയ്യും? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ പോലുള്ള ഒരു വികസ്വര രാജ്യത്ത് ഒട്ടും ഡിസേബിൾ ഫ്രണ്ട്ലി അല്ലാത്ത, ഡിഫറൻ്റ്ലി ഏബിൾ ഫ്രണ്ട്ലി അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരു ഇൻഡിവിജ്വൽ എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കണ്ട് മുന്നോട്ടേക്ക് പോകുമെന്നുള്ള വലിയ ചലഞ്ചുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ +2 വിദ്യാഭ്യാസം വരെയൊക്കെ സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ആളുകളുടെ പിന്നീടുള്ള ഭാവി എന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചാണ്. ഇങ്ങനെയുള്ള ഒരു ചലഞ്ചിൽ നിൽക്കുന്ന സമയത്താണ് ഗോപിനാഥ് മുതുകാടിന്റെ ഇങ്ങനെയുള്ള ഒരു ഐഡിയ വരുന്നത്. എന്നാൽ ഈ ഒരു ഐഡിയയുടെ എക്സിക്യൂഷനിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. 2 കൂട്ടം പേരൻസിനെയാണ് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. ഗോപിനാഥ് മുതുകാടിന്റെ ഡിഫറെന്റ് ആർട്ട് സെന്ററുമായിട്ട് ചേർന്ന് നിൽക്കുന്ന 1-2 ആളുകളുടേത് കേട്ടു. അതുകൂടാതെ ഒരു വലിയ കൂട്ടം പേരൻസിന്റെ അവിടെ ട്രൈ ചെയ്തിട്ട് അത് വർക്കൗട്ട് ആവാത്ത ഒരു വലിയ കൂട്ടം പേരൻസിൻ്റെ അനുഭവങ്ങൾ കേൾക്കാനായിട്ട് സാധിച്ചു. 2 പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായത്, ആർട്ട് സെൻറ്ററുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പേരൻസ് എന്ന് പറയുന്നത് അവർ ബെനിഫിഷ്യറീസ് ആണ്. അവർക്ക് അവരുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായി നിന്ന സമയത്ത് സ്പെഷ്യൽ ടാലൻ്റ് ഉള്ള അവരുടെ കുട്ടികളെ മുതുകാട് സാറ് സെലക്ട് ചെയ്ത് അവർക്കൊരു ഫ്യൂച്ചർ കൊടുത്തു എന്നുള്ളതാണ് അവരവിടെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അവർക്കത് വലിയ കാര്യമാണ്. ഡൗൺ സിൻഡ്രോം, സെർബൽ പാസി, ഓട്ടിസം, അങ്ങനെയുള്ള അവരുടെ കുട്ടിയല്ലാത്ത ബാക്കി കുട്ടികളെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ടോ അവരുടെ ഭാവിയെ കുറിച്ചിട്ട് ഇവിടെയുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ ചർച്ച ചെയ്യുന്നത് പോലെ ഇരുന്ന് ചർച്ച ചെയ്യാനായിട്ടോ ഉള്ള ചിന്തയിലേക്ക് വരാതെ തങ്ങളുടെ കുട്ടിക്ക് കിട്ടിയ ആ ഒരു അസുലഭ ഭാഗ്യങ്ങൾ എന്നുള്ള രീതിയിൽ പരിഗണിച്ചിട്ട് അതിനെ ആ രീതിയിൽ നോക്കിക്കാണുന്ന ആളുകളാണ്. അവർക്ക് അത് വലിയ സംഭവമാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഓൺലൈനിൽ കാണുന്ന ചില പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അവരിൽ ചില ആളുകൾക്കും ചില അതിർത്തികളൊക്കെ ഉണ്ട്. എന്നാലും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗകര്യങ്ങൾ എന്ന് അവർ കണക്കാക്കുന്നത് ആ ഒരു സാഹചര്യങ്ങളാണ്. ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട സംഗതികളുണ്ടല്ലോ. ആ പറയുന്ന പേരൻസിന് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവരുടെ കുട്ടികൾ മാത്രമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതിൽ പരം വലിയ പഠനമോ, അല്ലെങ്കിൽ ഈ കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ട തെറാപ്പികൾ എത്ര ഫ്രീക്വൻസിയിൽ കൊടുക്കേണ്ടി വരും, എങ്ങനെയാണ് ഒരു കുട്ടിയെ അസസ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ അവരുടെ സെൻസറി ഇഷ്യൂസിനെ കുറിച്ചിട്ടോ ഒന്നും അവർക്ക് അത്രയധികം എല്ലാ ആളുകൾക്കും ഐഡിയ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി മറ്റൊരു ഭാഗം പേരൻസ് ഉണ്ട്. അവരെയാണ് ശരിക്കും കേൾക്കേണ്ടത്. അവരെ കേൾക്കാനായിട്ടുള്ള ഒരു വകതിരിവ് ശരിക്കും ഈ അന്ധമായിട്ട് ദൈവികമായിട്ട് ശ്രീ ഗോപിനാഥ് മുതുകാടിനെ നോക്കിക്കാണുന്ന ഫാൻസിനും അദ്ദേഹത്തിനും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ മനസ്സിലാക്കണം. കാരണം അവരാണ് ശരിക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങളിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. അത് കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ശ്രീ ഗോപിനാഥ് മുതുകാട്, അദ്ദേഹത്തിൻ്റെ ഫാൻസ്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ എപ്പോഴും നിരത്തി വയ്ക്കുന്നത് കുറേയധികം ഡാറ്റകളാണ്. എന്ന് വെച്ചാൽ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ആരോപണങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള കുറേയധികം ഡാറ്റകളുമായിട്ടാണ് ഇരിക്കുന്നത്. അവർ ആ ഒരു ഡാറ്റയല്ല നിങ്ങളോട് ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട സംഗതി, അവർ ആ ഒരു ഡാറ്റയല്ല നിങ്ങളോട് ചോദിക്കുന്നത്. അവർ മറ്റൊരു ഭാഗം പേരൻസ് ആണ്. ആ ഒരു പേരൻസ് എന്ന് പറയുന്നത് തങ്ങൾക്ക് അങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായി, അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി, തങ്ങളുടെ ലൈഫ് ആ ഒരു കുട്ടിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയത്ത് അവൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൻ്റെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആലോചനയിൽ ആ ഒരു കുട്ടികളെ കുറിച്ചിട്ടുള്ള പഠനത്തിൻ്റെ അങ്ങേയറ്റം വരെ പഠിച്ച്
നല്ലൊരു ട്രെയിനറായിട്ടും നല്ലൊരു ടീച്ചറായിട്ടും ആ ഒരു മേഖലയിൽ പ്രാവീണ്യം നേടി നിൽക്കുന്ന ആളുകളാണ് അവർ. സോഷ്യൽ മീഡിയയിൽ അനുഭവങ്ങൾ പങ്കുവെച്ച വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 3 ആളുകൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന രീതിയിലുണ്ട്. അതല്ലാതെ വളരെ കാലങ്ങൾക്ക് മുൻപേ ചില ഗ്രൂപ്പുകളിലൊക്കെ ചില പേരൻസ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ 3 പേരുടെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുനിത ദേവദാസിന്റെ ചാനലിലാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന 3 ആളുകൾ അവരുടെ പ്രതികരണങ്ങൾ പങ്കുവച്ചത്. അതിൽ ഷാജി ബാലു, ഓട്ടിസം ക്ലബ്ബ് കൊല്ലത്തിന്റെ സെക്രട്ടറിയാണ്. 680ഓളം കുടുംബങ്ങളെ അദ്ദേഹത്തിന് നേരിട്ടറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ കൺസേൺസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ശ്രീ മുതുകാടിനും അദ്ദേഹത്തിന്റെ ഫാൻസിനും പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ നിസ്സാരമായിട്ട് പുച്ഛിച്ച് തള്ളി അദ്ദേഹം എന്തോ ആക്രമിക്കാനായിട്ട് വരുന്ന ഒരാളാണ് എന്നൊക്കെ ഫാൻസ് ഇങ്ങനെ കിടന്ന് പറയുമ്പോഴത്തേന് ഇവർ ഏതൊരു തലത്തിൽ നിന്നാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളത് അറിയില്ല. അദ്ദേഹം അല്ലാതെ ഇഷ്ടംപോലെ പേരൻസ് അവരുടെ കൺസേൺസ് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ചിത്ര, രഞ്ജു എന്നീ 2 അമ്മമാർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയുണ്ടായി. ഈ 3 പേരിലും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഓട്ടിസം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചിട്ടും ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെക്കുറിച്ചിട്ടും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും അവരെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടും അവരുടെ കുട്ടി എന്നല്ലാതെ മറ്റുള്ള എല്ലാ കുട്ടികളുടെയും കാര്യത്തിലുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന സജഷൻസ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ സജഷൻസ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നം വരുന്നത്. ശ്രീ ഗോപിനാഥ് മുതുകാടിനെതിരെയുള്ള സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ്, ആരോപണങ്ങൾ, അതിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ മുതുകാടിൻ്റെ ഫാൻസിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അവരാണ് ഈ പറയുന്ന കാര്യങ്ങളെ മാനേജ് ചെയ്യുന്ന ആളുകൾ. കുട്ടികളുടെ പേരൻസിനെ അവർക്ക് കേൾക്കേണ്ടതില്ല. മുതുകാട് സാറിനെ മാത്രം കേട്ടാൽ മതി. അപ്പോൾ ഇവരൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാവം കുട്ടികൾ, ഞങ്ങൾക്ക് കുറേ സഹതാപമുണ്ട്, എന്ത് ചെയ്യാം, സഹതപിക്കാനല്ലേ പറ്റുള്ളൂ, ഞങ്ങൾക്കാർക്കും ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ലോ, താല്പര്യമില്ലല്ലോ, അപ്പം ഞങ്ങൾ നന്മ ചെയ്യാത്തവരായി മാറുമോ? ഇല്ല, അവിടെ മുതുകാട് സാർ ഇറങ്ങിയിട്ടുണ്ട്, അദ്ദേഹത്തിന് കുറച്ച് ചില്ലറ കൊടുക്കാം. അങ്ങനെ ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നന്മയുള്ളവരായി മാറും. എന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നന്മയുള്ളവൻ, ദൈവപുത്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വാഴ്ത്താം. അപ്പം നമ്മൾ നല്ല നന്മയുള്ള ആളുകളായിട്ട് അങ്ങോട്ട് മാറും. ഈ പറയുന്ന ഒരു പണി തീർക്കലിൽ നിന്നിട്ടാണ് ഇതുപോലുള്ള പരിപാടികൾ വരുന്നത്. ഗോപിനാഥ് മുതുകാടിൻ്റെ ഐഡിയയൊക്കെ ബെസ്റ്റാണ്, ഞാൻ വീണ്ടും പറയുകയാണ്. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാൻസും സൂപ്പർഫിഷ്യലായിട്ടാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ സാധാരണ ജീവിതത്തിലേക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരാമെന്നുള്ളൊരു വാഗ്ദാനത്തിലാണ് പേരൻസിൽ ഭൂരിഭാഗം ആളുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സാധാരണ ജീവിതമല്ല അദ്ദേഹത്തിൻ്റെ ഫാൻസിനും അദ്ദേഹത്തിനും കൂടുതലായിട്ട് പരിചയമുള്ളത്. അവരിതിലെ ഒരു അസാധാരണത്വമാണ് ആസ്വദിക്കുന്നത്. മാജിക് പ്ലാനറ്റിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ സന്ദർശകർക്ക് വേണ്ടി ഓപ്പണാണ്. സന്ദർശകർക്ക് വേണ്ടി ഡാൻസ് കളിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ. അവിടെ നല്ല രീതിയിൽ പൂന്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ചില നിർമ്മിതികളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേന് നയന മനോഹരമാണ്. അങ്ങനെയുള്ള ആളുകൾ ഇത് കാണാനായിട്ട് വരുന്ന സമയത്ത് അവരിലൊരു വലിയ കൂട്ടം ആളുകളും ഈ പറയുന്ന സഹതാപത്തിൻ്റെ ടോറസ് ലോറിയുമായിട്ടാണ് അങ്ങടേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് അതിനകത്തൊരു അസാധാരണത്വമാണ് അവർ ആസ്വദിക്കുന്നത്. ഈ പറയുന്ന ഒരു ചിന്താഗതിയോടാണ് അവരിൽ ഭൂരിഭാഗം ആളുകൾ വരുന്നത്. അങ്ങടേക്ക് വരുന്ന ആളുകൾ അവിടെ ഈ കുട്ടികളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അവരുടെ പരിപാടികൾ കണ്ടിട്ട് ഗംഭീരമെന്ന് പറഞ്ഞ് കൈയടിക്കുന്നു. മുതുകാട് സാറ് ചെയ്ത് എന്തോ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ ഇങ്ങനെ പൊക്കി പറയുന്നു. എനിക്ക് ആ ഒരു ടോട്ടൽ സെറ്റപ്പിനോട് തന്നെ വലിയ താല്പര്യമില്ല. ഒരിക്കലും എൻ്റെ 2 സുഹൃത്തുക്കൾ പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ്. അവർ ഈ ഒരു സ്ഥാപനം സന്ദർശിക്കുന്ന സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പം എനിക്ക് എന്തോ തോന്നിയില്ല പോകാനായിട്ട്. പിന്നീട് കുറേ വീഡിയോസൊക്കെ കണ്ട സമയത്ത് അവരുടെ അടുത്ത് കുറേ ഫോട്ടോസിൽ നിന്നും അവരുടെ വർണ്ണനകളിൽ നിന്നും എനിക്ക് മനസ്സിലായത് അസാധാരണം എന്ന് തോന്നുന്ന എന്തോ കണ്ട് അവർ മതിമറന്ന് വന്നിരിക്കുകയാണ്. അസാധാരണമാണ്. ഈ ഒരു അസാധാരണം പ്രതീക്ഷിച്ചിട്ടല്ല പല പേരൻസും അവരുടെ കുട്ടികളെ മുതുകാടിൻ്റെ വാഗ്ദാനം കേട്ടിട്ട് അങ്ങടേക്ക് വിടാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചിത്ര, ഷാജി, രഞ്ജു അങ്ങനെയുള്ള പേരൻസിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവർ ആ ഒരു സാധാരണത്വമാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു രീതിയിൽ ആ ഒരു കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പഠനം ശ്രീ മുതുകാടിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു പഠനമില്ലായ്മയിൽ നിന്നാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ അവിടെയുള്ള ഓരോ കുട്ടിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ പക്വതയില്ലാത്ത ചില അപ്രോച്ച് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പല ആളുകളുടെ എക്സ്പീരിയൻസ് കേട്ട സമയത്ത് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ കുട്ടിക്കും ഓരോ വ്യക്തിത്വമാണ് വേണ്ടത്. അവിടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പിന് അണ്ടറിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് അവരവിടെ സൃഷ്ടിക്കുന്നത്. പേരൻസിന് അതല്ല വേണ്ടത്, അവർക്ക് വേണ്ടത് വ്യക്തിയാണ്. ഇപ്പോൾ അവിടെ പോകുന്ന വൈശാഖ് എന്ന് പറയുന്ന ഒരു സാങ്കല്പിക പേരാണ്. വൈശാഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ്. പക്ഷേ അവൻ്റെ ചില സ്പെഷ്യൽ സ്കിൽസ് ഉണ്ട്. അതിനെ ഒന്ന് പോളിഷ് ചെയ്ത്, അവനെ ഒന്ന് അസസ് ചെയ്ത്, അവനെ ഒന്ന് ട്രെയിൻ ചെയ്ത് അവൻ്റേതായിട്ടുള്ള ഒരു ഭാവി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ഐഡിയ ആണ് ആദ്യഘട്ട കമ്മ്യൂണിക്കേഷനിൽ എനിക്കടക്കമുള്ള ആളുകൾക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ
ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇവർ മാജിക് പ്ലാനറ്റിലെ എംപ്ലോയീസ് ആണ്, ഡിഫറെന്റ് ആർട്ട് സെന്ററിലെ സ്ഥിരം അന്തേവാസികളാണ്. ആ തരത്തിലേക്കുള്ള ഒരു രീതിയിൽ കാര്യങ്ങൾ കേൾക്കുന്നത്. എനിക്ക് പേഴ്സണലി അത് കേട്ട സമയത്തും പേരൻസ് പറഞ്ഞ സമയത്തും എനിക്ക് കണക്ട് ആയത് അങ്ങനെയാണ്. എനിക്ക് അതിനോട് തീരെ യോജിപ്പില്ല. ഇവിടെ പേരൻസിനും എനിക്കും, ഞാൻ സാധാരണക്കാരനാണ്, വലിയ നന്മവരൊന്നുമല്ല. എൻ്റെ ഒരു എത്തിക്സ് വെച്ചിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി എന്ന് പറയുന്നത് ഈ സന്ദർശകരെ ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ സന്ദർശകരെ ഫോക്കസ് ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾക്ക് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ആർട്സ് പരിപോഷിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, അവർക്ക് വേദികൾ കൊടുക്കൂ. അവർക്ക് വേദികളാണ് കൊടുക്കേണ്ടത്. ഈ സന്ദർശകർക്ക് മുൻപിൽ സാധാരണ ഏതൊരു ടൂറിസ്റ്റ് സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് ആ ഒരു നാട്ടിലെ പെർഫോമൻസുകൾ കാഴ്ചവെക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ അവിടെ വരുന്ന ആളുകൾ വൗ വെക്കുന്നത് പോലെയുള്ള സംവിധാനങ്ങളല്ല അവിടെ ഒരുക്കേണ്ടത്. ഈ സന്ദർശകർ എന്ന് പറയുന്ന ആ ഒരു പരിപാടി തന്നെ ഏറ്റവും വലിയ ഒരു നീതികേടാണ്. അവർക്ക് വേദികൾ കൊടുക്കൂ, അവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കൂ. ഓരോ വ്യക്തിത്വമായിട്ട് വരട്ടെ, അവരൊരു ആർട്ടിസ്റ്റായിട്ട് വരട്ടെ. ശ്രീ ഗോപിനാഥ് മുതുകാടിന് ധാരാളം ശിഷ്യന്മാരുണ്ട്. നമ്മൾ ബഹുമാനിക്കുന്ന ഒത്തിരിയധികം ആളുകൾ അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം അതിലാണ് നമ്മൾ ഈ സാധാരണത്വം എന്ന് പറയുന്നത്. ഇത് അസാധാരണത്വം കണ്ട് കൈയടിക്കുന്ന ഫാൻസിൻ്റെ ഒരു പരിപാടിയാണിത്. അതേപോലെ ഈ ഒരു കുട്ടികളെ കുറിച്ചിട്ട് ബേസിക് ആയിട്ടുള്ള നോളജുള്ള ആളുകൾക്കറിയാം, ഇവരെ കോമൺ ആയിട്ടുള്ള ഒരു ഒറ്റ സ്ട്രാറ്റജി വെച്ചിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല. ഇവരെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇവരിൽ പല ആളുകൾക്കും പല സെൻസറി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ചില ആളുകൾ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസേബിലിറ്റി ഉള്ള ആളുകളായിരിക്കാം. ഇതിനെ കോമൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവിടെ സ്പെഷ്യൽ ഇൻസ്ട്രക്ടേഴ്സ് വേണം. അതിൻ്റെ ഒരു അപര്യാപ്തത അവിടെ കാര്യമായിട്ട് തന്നെ ഉണ്ട്. അതിനെ കൗണ്ടർ ചെയ്യുന്നത് മുതുകാടും അദ്ദേഹത്തിൻ്റെ പ്രിയ മാധ്യമപ്രവർത്തകരും കൗണ്ടർ ചെയ്യുന്നത് ഇത് അങ്ങനെയുള്ള ഒരു സ്ഥാപനമല്ല, ഇത് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥാപനമല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ടർ വേണ്ട. ഇതൊരു ഡേ കെയർ പോലെ പ്രവർത്തിക്കുന്ന ഒരു രീതിയിലുള്ള സംവിധാനമാണ്. നമ്മൾ പേരൻസിൻ്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. അപ്പം വീണ്ടും ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വാഗ്ദാനങ്ങളിൽ നിന്ന് വിഭിന്നമാവുന്ന ചില അപ്രോച്ചുകൾ അവിടെ ഉണ്ടായിപ്പോകും. ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഈ ആർട്ട് മാത്രം പഠിക്കാനായിട്ട് വന്നിങ്ങനെ ഇരിക്കുന്ന കുട്ടികൾ എന്നുള്ള ഒരു പരിഗണന അവിടെ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് അതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ടേഴ്സും വേണം, അതിൻ്റെ കൂടെ തന്നെ ഉള്ള ചില അപ്രോച്ചുകളും വേണം എന്നുള്ളതാണ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയുന്നത്. അതിനെ ഇവർ അംഗീകരിക്കില്ല. 30-35 കുട്ടികൾക്കെങ്കിലും മിനിമം ഒരു ഇൻസ്ട്രക്ടർ വേണം ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ എന്നുള്ളതാണ് അതിൻ്റെ രീതി. അപ്പോൾ അതിനെ രേഖാമൂലം കണ്ണിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് ഒരു പൊതുവായിട്ടുള്ള ഒരു രീതിയാണ്. അത് ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യേണ്ടതാണ്. 2 ആരോപണങ്ങൾക്ക് എനിക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഇവരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മറ്റേ മറുനാടൻ്റെ വീഡിയോ കണ്ടപ്പോൾ കിട്ടിയതാണ്. അത് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനായിട്ട് തോന്നി. ഒന്ന്, ഇവർക്ക് കിട്ടുന്ന ഫണ്ട് 1,75,00,000 രൂപ ഫണ്ട് അത് സാംസ്കാരിക വകുപ്പിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ഓക്കെ, ആർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വകുപ്പിൽ നിന്ന് ആ ഒരു ഫണ്ട് കിട്ടുന്ന സമയത്ത് അത് ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികളുടേത് അപഹരിച്ചതല്ല എന്നുള്ള ഒരു കാര്യത്തിൽ ബോധ്യമായി. രണ്ടാമത് റേഷൻ്റെ കാര്യമാണ്. അത് മന്ത്രി പറഞ്ഞതനുസരിച്ചിട്ട് അവർ അത്തരത്തിൽ അപ്ലൈ ചെയ്ത സമയത്ത് അറിവില്ലായ്മ കൊണ്ടാണ് കുട്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള റേഷൻ കാർഡിൽ നിന്നുള്ള റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന ഒരു സാഹചര്യം വന്നത്. അത് അറിഞ്ഞ സമയത്ത് അവരത് മാറ്റി. ഇപ്പോൾ എല്ലാവർക്കും പ്രോപ്പറായിട്ട് തന്നെ റേഷൻ വിഹിതം കിട്ടുന്നുണ്ട്. വീടുകളിൽ നിന്ന് എടുക്കുന്നില്ല, അവരുടെ കാർഡിൽ നിന്ന് എടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇനിയിപ്പോൾ അടുത്ത സീരിയസ് ആയിട്ടുള്ള ഇദ്ദേഹത്തിനെതിരെ വന്ന അലിഗേഷൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ഫണ്ട് സ്വരൂപണമാണ്. ഈ ഫണ്ട് സ്വരൂപണത്തെക്കുറിച്ചിട്ട് കാര്യമായിട്ട് പഠിച്ച സമയത്ത് എനിക്കതിൽ നിന്നിട്ട് അദ്ദേഹം പേഴ്സണലായിട്ട് ഒരിടത്തേക്കും ഒന്നും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് തോന്നിയില്ല. കാരണം അതിനുള്ളത് അവിടെ കാണാനായിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന 300 കുട്ടികൾക്ക് $2,000 വെച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് കാണാനായിട്ടുണ്ട്. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ ഓക്കെ, ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ പേരൻസിനും അത് വലിയ കൺസേൺ ഒന്നുമല്ല. അത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്കും സ്തുതിപാഠകർക്കുമാണ് ഇതിനകത്തെ ഫണ്ടിനകത്ത് വലിയൊരു ഇഷ്യൂ. അത് ഇതിനകത്തെ പ്രശ്നമല്ല. ഇനി ഫണ്ട് സ്വരൂപണത്തിന് വേണ്ടിയുള്ള രീതികളിലാണ് ആളുകൾക്ക് പ്രശ്നം. കുട്ടികളുടെ ഫോട്ടോ ഉപയോഗിച്ച്, കുട്ടികളുടെ ദയനീയത മാക്സിമം ചിത്രീകരിച്ച്, കുട്ടികളെ അവരുടെ മുമ്പിൽ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിപ്പിച്ച് ആ അസാധാരണത്വം അവർക്ക് ഫീൽ ചെയ്ത് അതിൽ നിന്ന് ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു രീതി, അത് ശ്രീ ഗോപിനാഥ് മുതുകാട് പിന്നീട് ഒരു വേദിയിലും അഡ്രസ്സ് ചെയ്തത് കണ്ടില്ല. മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ കുട്ടികൾ അനാഥരാണ്, ഇവിടെയുള്ള കുട്ടികൾ അനാഥരാണ് എന്നൊക്കെയുള്ള പരാമർശം നടത്തിയെന്ന് ഒരു പേരൻറ്റ് പറയുന്നത് കേട്ടു. അത്തരത്തിൽ ചില വീഡിയോസിൽ ചില ആളുകൾ പറയുന്നതിൽ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ചില വീഡിയോസിലൊക്കെ മാജിക് പ്ലാനറ്റ് സന്ദർശിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ പേരൻസിന് തീരെ നോക്കാൻ വയ്യാത്ത, പേരൻസ് ഉപേക്ഷിച്ചത് എന്നൊക്കെ പറയുന്ന ചില പരാമർശങ്ങൾ പോലും ഞാൻ കേട്ടിരുന്നു. അത്തരത്തിലൊരു ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അറിയാതെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നീടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത്, ഒത്തിരിയധികം കുട്ടികളെ ഓഡിഷൻ ചെയ്ത് ഓൾറെഡി കഴിവുകളുള്ള ആളുകളെ അങ്ങടേക്ക് എടുത്ത്
അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ കൊണ്ട് പെർഫോം ചെയ്യിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്ന ഒരു രീതി, അത് ഇവർ പറഞ്ഞ ആ ഒരു പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് തോന്നിയ സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇവർ പറയുന്ന സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ട്. ഇവരെ ആ ഒരു രീതിയിൽ ഏബിൾഡ് ആക്കി എടുത്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കില്ലിലേക്ക് അല്ലെങ്കിൽ ഒരു ആർട്ടിലേക്ക് അവർക്ക് താല്പര്യം ജനിപ്പിച്ചത് അവരുടെ ഈ ഒരു കാലയളവിന് മുൻപുള്ള ടീച്ചേഴ്സാണ്. അപ്പോൾ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചിട്ടോ അതിൻ്റെ ആഘോഷങ്ങളോ അതിൻ്റെ സെലിബ്രേഷനോ ഒരിടത്തും നമുക്ക് കാണാൻ പറ്റില്ല. അവർ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് പൊറുതിമുട്ടുകയാണ്. അത്തരത്തിൽ ആ ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ പഠിച്ച് മുന്നോട്ടേക്ക് വന്ന ആളുകളെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഡിഷൻ പ്രോസസ്സിൽ കൂടെ മാജിക് പ്ലാനറ്റിനും ഡിഫറെൻറ്റ് ആർട്സ് അക്കാഡമിക്കും വേണ്ട ആളുകളെ വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് ചൂസ് ചെയ്ത് ഒരു പരിപാടി നടത്തി അതിനെ ഗ്ലോറിഫൈ ചെയ്ത് അതിനെ സെലിബ്രേറ്റ് ചെയ്ത് ഫണ്ട് സ്വരൂപണം നടത്തുന്നതും അവർ ചോദ്യം ചെയ്യുന്ന സംഗതിയാണ്. അതും സീരിയസ് ആയിട്ടുള്ള റിലിഗേഷൻ തന്നെയാണ്. ഇവിടെ ഗോപിനാഥ് മുതുകാട് ഇതിനെ ഗണ്ണിക്കുന്നത് ഡിഫറെൻറ്റ് ആർട്ട് സെൻറ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആർട്ട് സെൻറ്ററിൽ അങ്ങനെയാണ് നമ്മൾ ആർട്ട് പ്രൊമോട്ട് ചെയ്യുക, അവരെ അതിനുവേണ്ടി പരിപോഷിപ്പിക്കുക. അതുകൊണ്ടാണ് എല്ലാ ആളുകൾക്ക് സെലക്ഷൻ കൊടുക്കാത്തത്. ഞാൻ എല്ലാ കുട്ടികളെ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നില്ല. ഓക്കെ, അത് അങ്ങനെ നിന്നെന്ന് പറഞ്ഞാലും ഇത്രയധികം കുട്ടികളെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഈ സ്പെഷ്യൽ ഇൻസ്ട്രക്ടർ വേണം, അവരെ മാനേജ് ചെയ്യാനായിട്ടുള്ള ആളുകൾ വേണം. കുട്ടികൾ തമ്മിൽ ചില കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഇവർ ഈ വാദ്യോപകരണങ്ങളുമായിട്ട് ഇവരുടെ കലാ അഭിരുചി പരിപോഷിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളല്ല. അവർക്ക് ചില ചലഞ്ചുകളുണ്ട്, അങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നതിനകത്ത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ അവരുടെ മൂഡ് മാറുകയും കുട്ടികൾ തമ്മിലുള്ള എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ പോലും അവിടെ ആളില്ല എന്നുള്ളത് വലിയൊരു ആരോപണമാണ്. അതിനും പരിഹാരം വേണ്ടതാണ്. ഇതൊക്കെയാണ് ആളുകൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഡിസേബിൾ ഫ്രണ്ട്ലി അല്ലാത്ത അറ്റ്മോസ്ഫിയർ, ക്യാമ്പസ്, ഈവൻ ബസ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഡയറ്റ് പ്രോപ്പർ അല്ല എന്ന് പറയുന്നുണ്ട്. ഡയറ്റീഷ്യൻ വേണം. കാരണം ഈ ഓട്ടിസം എന്നൊക്കെ പറയുന്ന ഒരു കാര്യത്തെ പരിഗണിക്കുന്ന സമയത്ത് നമുക്ക് വെറുതെ ഓൺലൈനിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ചില ഫുഡിനെ കുറിച്ചിട്ടൊക്കെയുള്ള ആർട്ടിക്കിൾസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് തന്നെ ഒരു ഡയറ്റ് മാനേജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. അതേപോലെ ഇതുപോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, എനിക്ക് തോന്നുന്നത്, നിങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. പലപ്പോഴും ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പേരൻസ് തന്നെ ഒത്തിരിയധികം സ്കില്ലുകൾ ആർജിക്കാറുണ്ട്. ഇവരെ മാനേജ് ചെയ്യാൻ വേണ്ടി തന്നെ കുറേയധികം സ്കില്ലുകൾ ആർജിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. അങ്ങനെ പഠിച്ച സ്പെഷ്യൽ ഇൻസ്ട്രക്ടേഴ്സ് പേരൻസ് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പങ്കാളിത്തം അതിനകത്തുണ്ടാവും. ഇതൊക്കെയാണ് ശരിക്കും ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനത്തിന് എതിരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇത് വലിയ സംഭവമോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പുറന്തള്ളണം എന്നുള്ള ഒരു ആവശ്യമൊന്നുമല്ല. വളരെ മാതൃകാപരമായിട്ട് നടത്തിക്കൊണ്ട് പോകാം എന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചിരിക്കുന്ന ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന ചില സംവിധാനങ്ങൾ അത് പ്രോപ്പറായിട്ട് ഒരുക്കുക എന്നുള്ളതാണ്. ഇതിനെ ഒരു ടോട്ടൽ സ്കാം, ഒരു തട്ടിപ്പ് എന്നുള്ള രീതിയിലൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടൊന്നുമില്ല. ഇവിടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരൊറ്റ ഇഷ്യൂ ഉള്ളൂ. സ്റ്റേറ്റിനോട് ഇവിടെയുള്ള ഒരു വലിയ കൂട്ടം പേരൻസിന് പറയാനുള്ള ഒരു കാര്യം, അവരുടെ കുട്ടികളുടെ ഫ്യൂച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള സ്ഥാപനങ്ങൾ വരണം. ശ്രീ ഗോപിനാഥ് മുതുകാടിൽ അവർ പ്രതീക്ഷ അർപ്പിച്ചു. അപ്പോൾ അവർ വിചാരിച്ചത് കുട്ടികൾക്ക്, ആർട്ട് ഇഷ്ടമുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും സെലക്ഷൻ കിട്ടി, അത് പരിപോഷിപ്പിച്ച് അവരുടെ ഒരു ഫ്യൂച്ചറിന് ഗുണകരമാവുന്ന രീതിയിലേക്ക് വരുമെന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് അവിടെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള രീതികൾക്കനുസരിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ, അവർക്ക് സ്ഥിരമായിട്ട് തന്നെ അവിടെയുള്ള ഒരു പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എന്നുള്ളത്. ഇതൊരു മാജിക് പ്ലാനറ്റിൽ മാത്രം ഒതുക്കാതെ ഇത് ഈ ഒരു ബൃഹത്തായിട്ടുള്ള എല്ലാവരും കൂടെ ഫണ്ട് ചെയ്ത് ഒരാളിലേക്ക് മാത്രം അയാളത് നന്മമരം അതങ്ങനെ ചെയ്തോളും എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാതെ പല രീതിയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങുക എന്നുള്ളതാണ്. ഓരോ സ്കില്ലുകളും പരിപോഷിപ്പിക്കപ്പെടട്ടെ. മൂന്നാറിൽ നിന്നുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ കേട്ടിരുന്നു. അവിടെ ബേക്ക് ചെയ്യുന്ന കുട്ടികൾ, ഓട്ടിസം ഉള്ള കുട്ടികൾ ബേക്ക് ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഒരു ടീ ഫാക്ടറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നു. അങ്ങനെയുള്ള പല ഇനീഷ്യേറ്റീവുകൾ ഉണ്ടാവണം. അപ്പോൾ ഇതൊരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അയാളുടെ ഔദാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരുന്നത് ഇവിടെയുള്ള ആളുകളുടെ ഗതികേട് കൊണ്ടാണ്. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തി വരുന്നതും ആ ഒരു വ്യക്തിക്ക് തോന്നുന്നതും അയാൾ എന്തോ മഹത്തായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്നുള്ളത്. അതേപോലെ അയാൾ പറയുന്നത് അയാൾക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയില്ല. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനതൊരു വലിയ നന്മ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അയാളെയും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരു വലിയ കാര്യമാണ് താൻ ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന ബാക്കി കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ ഒരു അവസ്ഥയിൽ കൂടെയാണ് ഇവിടെയുള്ള പേരൻസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്തയിൽ നിൽക്കുന്ന അദ്ദേഹവും ഫാൻസും ചിന്തിക്കുന്നത് പോലെ അല്ലാത്ത പേരൻസിനെ കാണുന്ന സമയത്ത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒഫൻഡഡ് ആവും. നിങ്ങളൊക്കെ ഇതിലെ വെറുതെ നടന്ന ആൾക്കാരല്ലേ, ഞാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് നിങ്ങൾ അതൃപ്തി അറിയിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അവരുടെ ഒരു കൺസേൺസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതിൽ സ്കാം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഉള്ള സംഭവങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നീടുള്ളത്
ഇദ്ദേഹത്തിൻ്റെ മര്യാദയില്ലാത്ത പ്രവർത്തനങ്ങളും പെരുമാറ്റവും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു പെരുമാറ്റങ്ങൾ എന്നൊക്കെ പറയുന്നത് അതിന് പരിഹാരമുള്ള സംഗതികളാണ്. അദ്ദേഹമല്ലാതെ വേറൊരാൾ കുട്ടികളുമായിട്ട് ഇടപഴകി നിൽക്കുകയും അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ അദ്ദേഹം മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൊരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഇവർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ, ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇത്രയധികം ആളുകളെ മാനേജ് ചെയ്ത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷനിൽ നിന്നിട്ടായിരിക്കും അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹതാപം കൊണ്ട് ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഇവിടെ ഇഷ്ടംപോലെ ഫണ്ടുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾ സഹായിക്കാൻ റെഡിയാണെന്ന് പറയുമ്പോൾ കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിത മേഖലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്ന സമയത്ത് തന്നെ ഇവിടെ കറക്റ്റ് പ്രോപ്പറാക്കി ഇതിന് വേണ്ട ഇൻസ്ട്രക്ടേഴ്സിനെയും അത്യാവശ്യം നല്ല സ്റ്റാഫിനെയും ആ റേഷ്യോ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ പല പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവുമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ്, അദ്ദേഹത്തിന് തന്നെ ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാനുള്ളതേ ഉള്ളൂ. പ്രതിരോധം സൃഷ്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതിൻ്റെ സജീവ ഭാഗവാക്കുക എന്ന് പറയുന്നത് ആ ഒരു കുട്ടികളാണ്. അപ്പോൾ അവർ തന്നെയാണ് പ്രയോറിറ്റി, ആ ഒരു പേരൻസാണ് പ്രയോറിറ്റി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.